ആപ്കി അദാലത്തിൽ കപിൽ ദേവിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം എല്ലാവരെയും വിമർശിക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ തുടർന്ന് വിമർശിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഉണ്ട്. ആ ലിസ്റ്റിൽ ആദ്യത്തെ പേരായിട്ട് വരുന്നത് ഗ്രേറ്റ് ചാപ്പലാണ്. താങ്കൾ ഗ്രേറ്റ് ചാപ്പലിന്റെ അടുത്ത് താങ്കൾ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റ് ചാപ്പലിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും നല്ലത് ചെയ്യുകയാണെങ്കിൽ അതിൽ എനിക്കൊരു എതിർപ്പുമില്ല. വിദേശത്തുനിന്ന് വന്നിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് തീർച്ചയായും നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ എക്സ്പെരിമെന്റ് ചെയ്ത് അതിൽ തന്നെ പിടിവാശി കാണിച്ച് തന്റെ തെറ്റ് സമ്മതിക്കാൻ മടിച്ചാൽ, അതിനെതിരെ പ്രതികരിക്കാതിരുന്നാൽ നമുക്ക് നമ്മോട് തന്നെ നാണക്കേട് തോന്നും. നമ്മൾ ഇത്രയൊക്കെ ക്രിക്കറ്റ് കളിച്ചതല്ലേ, എന്നിട്ടും നമ്മൾ ഇതിനെയൊക്കെ എതിർക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. താങ്കൾ പറഞ്ഞ ആ കാര്യം തന്നെയാണ് സച്ചിൻ തെണ്ടുൽക്കറും നേരിട്ട് പറഞ്ഞിട്ടുള്ളത്. എക്സ്പെരിമെന്റ് കൂടുതൽ ഉണ്ടാകാൻ പാടില്ലെന്നാണ് അദ്ദേഹവും പറഞ്ഞത്. സച്ചിനും ഒരുപക്ഷെ തോന്നിക്കാണും വീണ്ടും വീണ്ടും പൊസിഷൻ മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമെന്ന്. അതായത് ഇത് ശരിക്കും ഒരു ചെറിയ കാര്യമാണ്. നമ്മൾ ഇന്ത്യക്കാരുണ്ടല്ലോ, നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? നമുക്കിപ്പോ സെക്യൂരിറ്റി വളരെ അത്യാവശ്യമാണ്. നമ്മളൊരു വീട് വച്ചാൽ പല തലമുറകൾ അതിലാണ് ജീവിക്കുക. അതായത് മുത്തശ്ശൻ, അച്ഛൻ, പിന്നെ നമ്മൾ, അങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഓസ്ട്രേലിയൻ, അമേരിക്കൻ അവരൊന്നും അങ്ങനെയല്ല. ഇന്നൊരു പെട്ടിയെടുക്കും, ഇവിടെ താമസിക്കും, അടുത്ത ദിവസം ആ പെട്ടിയെടുത്തോണ്ട് മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കും. അവരുടെ ലൈഫ് സ്റ്റൈൽ തികച്ചും വ്യത്യസ്തമാണ്. ആ ലൈഫ് സ്റ്റൈൽ നമ്മുടെ മേലും നമ്മുടെ പ്ലേയേഴ്സിന്റെ മേലും നമ്മുടെ ക്രിക്കറ്റിന് മേലും അടിച്ചേൽപ്പിച്ചാൽ അത് വളരെ വിചിത്രമായിരിക്കും. ഈ എക്സ്പെരിമെന്റൊക്കെ നമ്മുടെ സംസ്കാരത്തിനും ജീവിത രീതിക്കും അനുസരിച്ചായിരിക്കണം. ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ഒരിക്കലും നല്ല പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കാൻ കഴിയില്ല. ഒരു മനുഷ്യൻ സെക്യൂറായും സോളിഡായും ഉള്ളപ്പോഴാണ് അവന് ശരിക്കുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുക. രാഹുൽ ദ്രാവിഡിന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ, അദ്ദേഹം മികച്ച ഒരു പ്ലെയറാണ്. നാളെ അദ്ദേഹത്തോട് പെട്ടെന്ന് ടീമിൽ നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടാൽ, അതായത് നന്നായി കളിച്ചില്ലെങ്കിൽ, അദ്ദേഹത്തിന്റെ പ്ലേയിൽ മാറ്റമുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സംസ്കാരം, നമ്മുടെ രീതികൾ, അതെല്ലാം തന്നെ നമ്മുടെ പ്ലേയേഴ്സിന് നല്ല കോൺഫിഡൻസ് കൊടുക്കും. അവരെ ഒരിക്കലും ഭയപ്പെടുത്താൻ പാടില്ല. ഭയപ്പെടുത്തിയാൽ അവർ തളർന്നു പോകും. ഇപ്പൊ തന്നെ പലരും തളർന്നു പോയിരിക്കുകയാണ്. അപ്പോ ശരിക്കും നമ്മൾ വളർന്നു വരികയാണോ? ഒരുപക്ഷേ ഗ്രെഗ് ചപ്പൽ നമുക്ക് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാ പ്ലേയേഴ്സിനെയും അദ്ദേഹം ഒരുപോലെ കണ്ടു എന്നതാണ്. പക്ഷേ അതേസമയം കൂടുതൽ എക്സ്പെരിമെന്റ്സും നടന്നിട്ടുണ്ട്. ഐ തിങ്ക് ഇനിയും നമ്മൾ അത്രയ്ക്കൊന്നും എക്സ്പെരിമെന്റ് നടത്താൻ തയ്യാറല്ല. ക്രിക്കറ്റ് ഇനിയും ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. എക്സ്പെരിമെന്റ് നടത്തി ടീമിനെ ജയിപ്പിക്കും. പക്ഷേ അദ്ദേഹം എക്സ്പെരിമെന്റ് ഇനിയും തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത മാച്ച് നോക്കുകയാണെങ്കിൽ ഇർഫാൻ പത്താനെ ഓപ്പണിംഗിൽ ഇറക്കി. കഴിഞ്ഞ 6 മാസത്തിനിടെ ഞാൻ വ്യക്തമായി തീരുമാനിച്ചതാണ്. ശരിക്കു പറഞ്ഞാൽ ഇർഫാൻ പടാൻ നമ്പർ 7 ബാറ്റ്സ്മാൻ ശരിക്കും അദ്ദേഹമല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം നമ്പർ 3 ബാറ്റ്സ്മാനാണ്. ഒരുപക്ഷെ നിങ്ങൾ 25 മാച്ചുകളിൽ 15-18 തവണ തേർഡ് ബാറ്റ്സ്മാനായി ഇറങ്ങിയാൽ അത് സർപ്രൈസ് അല്ല, അത് എക്സ്പെരിമെന്റും അല്ല. ദാറ്റ് ഈസ് എവറി ഡേ സ്റ്റോറി. അദ്ദേഹമാണ് നമ്മുടെ ടീമിന് നമ്പർ 3 ബാറ്റ്സ്മാൻ. പുറത്തിരിക്കുന്ന നമുക്ക് 2 കാര്യങ്ങൾ പറയാൻ കഴിയും. ഒന്ന്, അദ്ദേഹം സ്റ്റബേൺ ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളെക്കാളും ഒരുപാട് ഉയരത്തിലായിരിക്കാം. കപിൽ, താങ്കൾ എപ്പോഴും നേരിട്ട് വ്യക്തതയോടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ജനങ്ങളുടെ മനസ്സിൽ ഒരു ഇംപ്രഷൻ ഉണ്ട്. അതായത് ഗ്രേറ്റ് ചാപ്പൽ ഇന്ത്യൻ ടീമിലുള്ള വലിയ സ്റ്റാർസിനെ, പവർഫുൾ പ്ലേയേഴ്സിനെ ഒതുക്കാൻ ആഗ്രഹിക്കുന്നു. സൗരവ് ഗാംഗുലിയെ പുറത്താക്കി സച്ചിൻ തെണ്ടുൽക്കറിനെ ഒരു സൈഡിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണ്. ഹർഭജൻ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. വീരേന്ദ്ര സെവാഗിനെ പുറത്താക്കാൻ ശ്രമിക്കുന്നു. ഐ തിങ്ക് ഇതൊന്നും പഠിപ്പിക്കുന്നതല്ല. എല്ലാവരും ഒരുമിച്ച് ഒന്നായി കളിക്കണം. ഐ തിങ്ക് ഏത് വാക്ക് ഏത് സമയത്ത് എപ്പോ പ്രയോഗിക്കണം, അതാണ് ശരിക്കും വ്യത്യസ്തമാക്കേണ്ടത്. നമ്മുടെ പ്ലേയേഴ്സിനെയെല്ലാം ഒത്തൊരുമയോടുകൂടി കളിപ്പിക്കാൻ കഴിയുമോ? അതാണ് വലുത്, അതാണ് ഏറ്റവും പ്രധാനം. ഒരാളെ ഭയപ്പെടുത്തി പുറത്താക്കുന്നത് ഒരിക്കലും ഒരു പരിഹാരമല്ല. ഓരോ പ്ലേയേഴ്സിനെ കൊണ്ടും എങ്ങനെയാണ് ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യിക്കാൻ കഴിയുക, അതാണ് ചെയ്യേണ്ടത്. ചില സമയത്ത് താങ്കൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഗ്രേറ്റ് ചാപ്പലിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. നോക്കൂ, നിങ്ങൾ മീഡിയക്കാരല്ലേ, നിങ്ങളാണ് ഇപ്പോൾ ഏറ്റവും വലിയ ശക്തി. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റി പറയാം. അത് ഞങ്ങൾക്കൊരിക്കലും തടയാനാവില്ല. ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത്, എന്താണോ ചിന്തിച്ചത്, അതാണ് ഇവിടെ പറയുന്നത്. അതിന് 3 അർത്ഥങ്ങൾ കണ്ടാലും 5 അർത്ഥങ്ങൾ കണ്ടാലും ഞാൻ ഒരർത്ഥത്തിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് താങ്കൾ രാഹുൽ ദ്രാവിഡിനെ പറ്റി പറഞ്ഞ വാക്കുകൾ, അതായത് ഒരുപക്ഷെ രാഹുൽ ദ്രാവിഡിനെ ഗ്രേറ്റ് ചാപ്പൽ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ, അദ്ദേഹത്തിന് പ്രഷർ കൊടുക്കുകയാണെങ്കിൽ, അതിന്റെ കാരണം രാഹുൽ ദ്രാവിഡാണോ? ശരിക്കും പറഞ്ഞാൽ ഇതൊരു വീക്ക്നെസ് തന്നെയാണ്. ഗ്രൗണ്ടിൽ ക്യാപ്റ്റനാണ് പ്രധാനി. ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ക്യാപ്റ്റനാണ് ലീഡർഷിപ്പ്. ഇന്ന് വിജയം നേടിയാൽ അതിന്റെ എല്ലാ അഭിനന്ദനങ്ങളും ക്യാപ്റ്റനാണ് കിട്ടുക. അതുപോലെ ടീം പരാജയപ്പെട്ടാൽ എല്ലാ വിമർശനങ്ങളും ക്യാപ്റ്റനാണ് നേരിടുക. തന്നെയുമല്ല, രാഹുൽ ദ്രാവിഡിനെ ഒഴിവാക്കിയാൽ പിന്നെ ആരാണുള്ളത്? ഒരുപക്ഷെ അദ്ദേഹം പ്രഷർ കാരണം പോയാൽ അത് അദ്ദേഹത്തിന്റെ വീക്ക്നെസ്.
കാരണം അദ്ദേഹത്തെയാണ് രാജ്യം മുഴുവൻ വിശ്വസിക്കുന്നത്. തന്റെ ടീമിന് എന്താണ് വേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയണം, അദ്ദേഹത്തെ മനസ്സിലാക്കണം. നിങ്ങൾ എല്ലാവരുമായി ഡിസ്കസ് ചെയ്ത് ടീമിൽ ഒരു ബെറ്റർമെന്റ് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ അപ്പൊ നിങ്ങളൊരു വീക്ക് പേഴ്സൺ ആവും. താങ്കൾ ഗ്രേറ്റ് ചാപ്പലിനെതിരായിട്ട് രാഹുൽ ദ്രാവിഡിനെ കൊണ്ടുവരാൻ അല്ല, ശ്രമിക്കും. അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൗ യു ക്യാൻ ഇംപ്രൂവ് ദാറ്റ്. അതായത് ഞാൻ ഇപ്പോൾ എന്റെ അച്ഛൻ ഒരു തെറ്റ് ചെയ്തുവെന്ന് പറയുകയാണെങ്കിൽ അതൊരു കുറവായി കാണരുത്. അതിൽ നിന്നും നമ്മൾ ബെസ്റ്റ് തിരഞ്ഞെടുക്കണം. ഇപ്പോൾ ഞാൻ എന്റെ കോച്ചിനോട് സംസാരിക്കുകയാണെങ്കിൽ, കോച്ച് നിങ്ങൾ പറയുന്നത് തെറ്റാണ്, നിങ്ങൾ പറയുന്നത് ശരിയല്ല, അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടൂ. സർ, ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുറവും ഉണ്ടാവില്ല. പക്ഷേ അതായത് താങ്കൾ ഒന്നുകിൽ ഞാൻ പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കണം. എല്ലാവരും ഒത്തൊരുമയോടുകൂടി വർക്ക് ചെയ്യണം. അതാണ് ബെറ്റർമെന്റ് ഫോർ ദ കൺട്രി. എല്ലാറ്റിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ കൺട്രിയുടെ നന്മയ്ക്ക് വേണ്ടിയാണോ സംസാരിക്കുന്നത്, അതോ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പേഴ്സണാലിറ്റി നോക്കിക്കൊണ്ട് കൺട്രി എങ്ങനെ പോയാലും കുഴപ്പമില്ല, ഞാൻ പറയുന്നതാണ് ശരി, അങ്ങനെ ഒരിക്കലും പറയരുത്. നിങ്ങൾ സ്വന്തം കാര്യം ചിന്തിക്കുന്നതിനേക്കാളും രാജ്യത്തിനു വേണ്ടി ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ഒരു ടീം സ്പിരിറ്റ് എന്ന് പറയുക. എങ്കിലേ നമുക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയൂ. താങ്കൾ പറയുന്നതിന്റെ അർത്ഥം രാഹുൽ ദ്രാവിഡ് ഒരു വീക്ക് ക്യാപ്റ്റൻ ആണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതും ഈ കോർട്ടിൽ ഒരു കുറ്റാരോപണമായിട്ട് താങ്കൾ വെക്കുന്നുണ്ടോ? എവിടെ എന്ത് തീരുമാനം എടുക്കണമോ അവിടെ ആ തീരുമാനം എടുത്തില്ലെങ്കിൽ, ഒരു കാര്യം ഒരു തവണയല്ല 2 തവണയല്ല തുടരെ ആവർത്തിച്ചാൽ അപ്പോ അറിയാം നമുക്കതിന്റെ വീക്ക്, അതായത് ക്യാപ്റ്റൻ സ്ട്രോങ് അല്ലെന്ന് തോന്നാം. ഓരോ തവണയും നിങ്ങൾ ഞാൻ സംസാരിക്കില്ല, വേറെ പ്ലെയർ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ ക്യാപ്റ്റനാണ് എല്ലാ കാര്യവും സംസാരിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയണം. ഒരുപക്ഷെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കണം. അതിലെന്താ തെറ്റ്? തെറ്റ് സംഭവിച്ചില്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചതാണ്, ടീം തീരുമാനിച്ചതാണ്, പക്ഷെ സ്ട്രക്കായിപ്പോയി. തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കണം, ഞങ്ങളുടെ തെറ്റാണെന്ന്. പക്ഷേ നിങ്ങൾ ഇതൊന്നും വാ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ കാണുന്നവർക്ക് തീർച്ചയായും തോന്നും എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഒന്നും പറയാത്തത്, ഇദ്ദേഹമാണ് വീക്ക് എന്ന് എല്ലാവരും പറയും. ഇന്ത്യൻ ടീം മാച്ചിൽ തോക്കുകയാണെങ്കിൽ താങ്കളുടെ ആക്രമണം കോച്ചിന്റെ മേലാണ്, അതായത് ഗ്രേറ്റ് ചാപ്പൽ. അതായത് നിങ്ങളെപ്പോലുള്ള മീഡിയാക്കൾ ഒരു മാസത്തിനിടെ ഒരു മാച്ച് ജയിച്ചാൽ ഗ്രെഗ് ചാപ്പലിനെ ആകാശത്തോളം ഉയർത്തുകയും ചെയ്യും, പ്ലേയേഴ്സിനോടൊന്നും ചോദിക്കുകയുമില്ല. പക്ഷെ മറിച്ച് ടീം തോറ്റുപോയാൽ ഉടനെ പ്ലേയേഴ്സിനോടാണ് നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ എന്താ തോറ്റെന്ന് ചോദിക്കും. ഇതെങ്ങനെയാണ് ന്യായമാവുക? എപ്പോഴും അഭിനന്ദനങ്ങളും കുറവുകളും എല്ലാവരോടും പറയണം. കുറ്റപ്പെടുത്തുന്നതിലും ഒരു ന്യായമുണ്ടായിരിക്കണം. വിജയിച്ചാൽ ഗ്രെഗ് ചാപ്പലിന്റെ വിജയം, തോറ്റുപോയാൽ അതിന് പ്ലേയേഴ്സാണ് കാരണം. ഇതെങ്ങനെയാണ് ശരിയാവുക? ഒരുപക്ഷെ പേടി എന്താണെന്ന് വെച്ചാൽ പ്ലേയേഴ്സിന്റെ മനസ്സിലൊരു ഇംപ്രഷൻ ഉണ്ട്. അതായത് സൗരവ് ഗാംഗുലി പുറത്തു പോകാനുള്ള കാരണം ഗ്രേറ്റ് ചാപ്പലിനോടൊപ്പം അതിന് ഒത്തുപോകാത്തതുകൊണ്ടാണ്. ഗ്രെഗ് ചാപ്പലിനെ പറയേണ്ട കാര്യമില്ലല്ലോ. അതായത് 5 നാഷണൽ സെലക്ടേഴ്സ് ഉണ്ട്, അവർക്ക് ഉത്തരവാദിത്വമൊന്നുമില്ലേ? ഗ്രെഗ് ചാപ്പലിന് മാത്രമാണ് പറയുന്നത്. അതായത് ഗ്രെഗ് ചാപ്പൽ ആരെയും പുറത്താക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അദ്ദേഹം നല്ല ഉപദേശങ്ങൾ കൊടുത്തു കാണും. ഈ ടീമിനിപ്പോ യോജിച്ചതല്ലെന്ന് പറഞ്ഞിരിക്കാം. പക്ഷേ ഈ 5 സെലക്ടർമാർ അവർ ഇന്ത്യക്ക് വേണ്ടി കളിച്ച പ്ലേയേഴ്സാണ്. അവര് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കാം, അതായത് ഇദ്ദേഹത്തിന്റെ സമയം കഴിഞ്ഞെന്ന്. അവർ ഒരു തവണയെങ്കിലും ക്യാപ്റ്റനോട് ചോദിച്ചു കാണും, അവരുടെ മാനേജരോടും തീർച്ചയായും അവർ ചോദിച്ചു കാണും. ജനങ്ങളുടെ മനസ്സിലുള്ള പൊതുവായിട്ടുള്ള ഇംപ്രഷൻ ഞാൻ പറയാം. അതായത് രാഹുൽ ദ്രാവിഡ് ക്യാപ്റ്റനാകാനുള്ള കാരണം അദ്ദേഹം ഗ്രേറ്റ് ചാപ്പലിന് ഡിസയറായിട്ട് മാറിയെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ സൗരവ് ഗാംഗുലി പുറത്തു പോകാൻ കാരണം അദ്ദേഹം ഗുരുവായിട്ട് അംഗീകരിച്ചില്ല. പിന്നെന്തിനാണ് ഈ 5 സെലക്ടർമാരുള്ളത്? അവരെയും പിരിച്ചുവിടാലോ. അവരെന്തിനാണ് വെറുതെ ഇരിക്കുന്നത്? ആ 5 സെലക്ടർമാരുടെ ഉത്തരവാദിത്വം അവരുടെ ക്യാപ്റ്റനെ പിക്ക് ചെയ്യലാണ്. അവരുടെ കടമ മൊത്തം ടീമിനെയും പിക്ക് ചെയ്യലാണ്. നിങ്ങൾ ക്രെഡിറ്റ് കൊടുക്കുന്നത് ഗ്രെഗ് ചാപ്പലാണ് ടീം ഉണ്ടാക്കിയെന്നല്ലേ? അതെങ്ങനെ സമ്മതിച്ചു തരാൻ പറ്റും? ഞാൻ ക്രിക്കറ്റ് കളിച്ചതല്ലേ, 15 വർഷം ഇന്ത്യക്ക് വേണ്ടി കളിച്ചതല്ലേ. സെലക്ടർ പിക്ക് ദ ടീം, അത് അവരുടെ കയ്യിലാണുള്ളത്. അതായത് 11 പേരെയും അവരാണ് സെലക്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ സെലക്ടർമാർ വീക്കാണെങ്കിൽ ക്യാപ്റ്റൻ തീർച്ചയായും സ്ട്രോങ് ആയിരിക്കണം, അല്ലെങ്കിൽ മാനേജർ സ്ട്രോങ് ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾ മറ്റൊരു വിധത്തിൽ ഇത് പറയുന്നു, നമ്മുടെ നാഷണൽ സെലക്ടർമാർ വളരെ വീക്കാണെന്ന് നിങ്ങൾ പറയുന്നു. അവരും നന്നായി ആലോചിച്ചതിന് ശേഷമേ സൗരവ് ഗാംഗുലിയെ പുറത്താക്കിയിട്ടുണ്ടാവൂ. ഞാനെന്തിനാണ് ഗ്രെഗ് ചാപ്പലിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരുപക്ഷെ ഞാൻ അഭിനന്ദിക്കുകയാണെങ്കിൽ സെലക്ടർമാരെ ഞാൻ അഭിനന്ദിക്കൂ. അതുപോലെ തെറ്റ് സംഭവിച്ചാലും സെലക്ടർമാരോട് ഞാൻ ചോദിക്കും, കാരണം തീരുമാനിക്കുന്നത് അവരാണല്ലോ. ഒരുപക്ഷെ താങ്കൾ സെലക്ടർ ആണെങ്കിൽ? ഞാനില്ലല്ലോ. അല്ല, ഒരുപക്ഷെ ഇല്ല. ആണെങ്കിൽ രാഹുൽ ദ്രാവിഡിനെ ക്യാപ്റ്റൻ ആക്കുമോ? ഞാനില്ലാത്തൊരു സ്ഥാനത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ ഞാൻ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇല്ലാത്ത സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം? പ്രൈം മിനിസ്റ്റർ ആയിരുന്നെങ്കിൽ ഗ്രേറ്റ് ചാപ്പലിനെ പുറത്താക്കുമായിരുന്നു. ഞാൻ ആ സ്ഥാനത്തില്ലല്ലോ. ഒരുപക്ഷെ ഞാൻ ബോർഡ് പ്രസിഡന്റ് ആണെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? അങ്ങനെയാണെങ്കിൽ പറയുമായിരുന്നു. പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും ഞാൻ പറയുമായിരുന്നു. ഞാൻ ഇല്ലാത്ത സ്ഥാനത്തെക്കുറിച്ച് വെറുതെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ലെന്ന് പറയാം.